ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വയനാടൻ ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ചിൻ്റെ പേര് വിസ്പറിങ് ചലഞ്ച് എന്നാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിട്ടും ഉണ്ടാവും. ഞങ്ങൾ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ നല്ലൊരു DJ സോങ് ഒക്കെ വെച്ചിട്ട് നല്ല ഫുൾ സൗണ്ടിൽ ഞാൻ ഇവന് കൊടുക്കും. അപ്പോൾ അവൻ അത് വെച്ച് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സിനിമാ പേര് പറയും. അപ്പോൾ എൻ്റെ ലിപ്പ് നോക്കിയിട്ട് അവനത് കണ്ടുപിടിക്കണം. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം തുടങ്ങാം കേട്ടോ. തുടങ്ങുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലാഗ് അടിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങാണ്. അതിനു മുൻപ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, തുടങ്ങാം. ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് കേൾക്കാം പാട്ട് ഗൈസ്. പക്ഷേ എനിക്കൊന്നും കേൾക്കുന്നില്ല ഗൈസ്. നിനക്കൊന്നും കേൾക്കുന്നില്ലേ? ഓ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഓ, സമ്മതിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പം ഞാൻ കണ്ടുപിടിച്ച 3 പേര് കേട്ടോ. 3 സിനിമ പേരുണ്ട്. അപ്പോൾ ഞാനത് പറയും. ഇപ്പം വെക്കല്ലടാ, നല്ല പാട്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാലോ. അപ്പോൾ 3 പേരാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ 3 പേര് ഞാൻ പറയാം, നിങ്ങളോട് പറയാം. പാട്ട് വെച്ച തുടങ്ങാം. അപ്പോൾ തുടങ്ങാം. മണിച്ചിത്രത്താഴ്. ഫസ്റ്റ് തന്നെ ചീറ്റ് പോയി ഗൈസ്. മണിച്ചിത്രത്താഴാണ് പറഞ്ഞത്. പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്താണ് ഗൈസ്. അടുത്തത് മൂന്നാണ് പറഞ്ഞു കേട്ടോ. ഇനി ഞാൻ പറയില്ല. ഒറ്റൊന്നും കൂടെ ആയിരുന്നു ഇവിടെ. ഇങ്ങോട്ട് നോക്കി പറഞ്ഞു. ചിരിപ്പോയി. ഇവൻ തോറ്റുപോയി. കിലുക്കെന്നാണ് ഞാൻ പറഞ്ഞത്. കിലുക്കം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. പറയട്ടെ. മിന്നാരം. ഇപ്പൊ 2 അവൻ കണ്ടുപിടിച്ചു, ഒരെണ്ണത്തിന് അവൻ പൊട്ടിട്ടോ. അപ്പൊ എന്തായാലും മാർക്ക് 1 പോയിരിക്കുകയാണ്. ഇനി അടുത്തത് ഞാനാട്ടോ. ഇപ്പൊ പറഞ്ഞത് മിന്നാരം കേട്ടോ ഗൈസ്. അത് ഗൈസിന് മനസ്സിലായി ഗൈസ്. ഓക്കെ, ഇനി എനിക്ക് ഓക്കെ, ഞാൻ പാട്ട് വെക്കട്ടെ. നല്ല സമൃദ്ധി. എൻ്റെ അപ്പോൾ ഇത്രയും വേണോടാ? ഇത്രയും വേണം. എനിക്ക് ഇത്ര തന്നെയല്ലേ വന്നേ. ചേപ്പി അടിച്ചോടാ. ഇത്രയും വേണം. എങ്ങനെ ലാഗ് അടിപ്പിക്കണ്ട. നീ പറഞ്ഞോ, പേര് പറഞ്ഞോ. ഓക്കെ, അവരോട് പറഞ്ഞോ. 3 പേര് ഞാനിപ്പോൾ പറഞ്ഞു തന്നാണ് ഗൈസ്. കാണാ കൺമണി, കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ, തലൈവ. ഇങ്ങോട്ട് നിൽക്ക്, കാണണ്ടേ? ഒന്നുകൂടെ പറയോ. കൊട്ടാരം വീട്ടിലെ അപ്പുക്കുട്ടൻ. ഒന്ന് കണ്ടുപിടിച്ചു ഗൈസ്. നെക്സ്റ്റ് ആയില്ലേ? ഒരെണ്ണം ഞാൻ കണ്ടുപിടിച്ചു വിട്ടോ ഗൈസ്. നെക്സ്റ്റ് 3 വട്ടം പറഞ്ഞു ഗൈസ്. ഇല്ല, ഒന്നുകൂടെ പറ. ലാസ്റ്റ് ഗൈസ്, ഒറ്റ വട്ടം കൂടെ ഗൈസ്. ഒന്നുകൂടെ. തലൈവ. കണ്ടുപിടിച്ചു. 2 മാർക്ക് സ്കോർ ചെയ്തു ഗൈസ്. ഒറ്റൊന്നും കൂടെ ഗൈസ്. ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അവനെ കടത്തി വിട്ടു. നോക്കുക. മഴക്കാലോ? 3 വട്ടമായില്ലേ? 3 വട്ടമായി ഗൈസ്. ഒറ്റൊന്നും കൂടെ ഗൈസ്. ഇല്ല, ഒന്നുകൂടെ. ഒന്നും മനസ്സിലായില്ലേ? എന്തെന്നാടാ നീ പറയുന്നത്? ഒന്നും തിരിയുന്നില്ല ഗൈസ്. കണ്ടുപിടിച്ചില്ല. ഞാൻ പറഞ്ഞത് കാണാ കൺമണി എന്നാട്ടോ. അയ്യോ, കാണാ കൺമണി ഒന്നും പറഞ്ഞു. നീ നോക്കട്ടെ. എന്നെ നോക്കി പറ.
ഗൈസ് ഒറ്റ നോട്ടാ പോയ ഗൈസ്. എന്തായാലും രണ്ടുപേരും ഒരുപോലെ സ്കോർ ചെയ്തു. പക്ഷെ എന്തായാലും മനപ്പുറം പൊളിച്ചു. അപ്പൊ ഗൈസ് നമ്മുടെ ഗെയിം പൂർത്തിയായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 2 മാർക്ക് ഞങ്ങൾ സ്കോർ ചെയ്തു. 2 സിനിമ പേര് ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര പോരെ ഗൈസ്, കഴിഞ്ഞു. ഇന്നത്തെ ഗെയിം ഇന്ന് കഴിഞ്ഞു. ഇനി അടുത്ത ഗെയിമുമായിട്ട് അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ ബൈ.